പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, നമ്മളിതിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ വാട്ട് ആർ എംബഡഡ് സിസ്റ്റം, എന്താണ് എംബഡഡ് സിസ്റ്റം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേരുന്നതാണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയും. കമ്പോണൻസ് എന്തൊക്കെ അടങ്ങുന്നതാണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നു. കമ്പാരിസൺ ഓഫ് വാരിയസ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, വിവിധ ഇനത്തിലുള്ള സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൻ്റെ ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ്, എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. ചലഞ്ചസ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം എന്നൊരു മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഫേസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എംബഡഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസ്, എന്തൊക്കെയാണ് എംബഡഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്തായിരിക്കും, അതിൻ്റെ കൺക്ലൂഷൻ, അത്രയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ വരുന്നത്. ആദ്യമേ എന്താണ് എംബഡഡ് സിസ്റ്റം? എംബഡഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. സിസ്റ്റം ഇൻസൈഡ് അല്ലെങ്കിൽ ചിപ്പ് ഇൻസൈഡ് ചിപ്പ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസൈഡ് ഡിവൈസ് എന്ന് പറയുന്ന രീതിയിൽ. അതായത് ഒരു പ്രൊസസ്സർ ഉണ്ടല്ലോ, ഒരു പ്രൊസസ്സർ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു മിനി കമ്പ്യൂട്ടറാണ്. ആ പ്രൊസസ്സർ എന്ന് പറയുന്ന ഡിവൈസിൽ അകത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് അടങ്ങുന്ന ഒരു സിസ്റ്റത്തെയാണ് എംബഡഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഒരു കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ലാർജ് സിസ്റ്റം ഫോം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, എംബഡഡ് സിസ്റ്റം. കമ്പോണൻസ് ഓഫ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എംബഡഡ് ഹാർഡ്വെയർ ഉണ്ടല്ലേ, അതായത് മൈക്രോ കൺട്രോളേഴ്സ്, മൈക്രോ പ്രൊസസ്സേഴ്സ് വിത്ത് വാരിയസ് പെരിഫറൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, അതാണ് ഐസീസ്. പല ഐസീസ് ചേർന്നിട്ടുള്ള പെരിഫറൽസ്, ഒരു വാസ്റ്റ് സിസ്റ്റം. മൈക്രോ കൺട്രോളർ വിത്ത് പെരിഫറൽസ് ആയിട്ട് ഒരു സിസ്റ്റം. എംബഡഡ് ആർട്ടോസ് എന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓൾ ഇൻ്റലിജൻറ്റ് ഡിവൈസസ് ആയിട്ട് പെർഫോം കോംപ്ലക്സ് ഫങ്ഷൻസ് ചെയ്യുന്നതിൽ എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അതിൻ്റെ ഒരു പ്രത്യേക OS ഉണ്ട്, അതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് റിയൽ ടൈമിലാണ് ഇവിടുത്തെ ഓരോ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അതായത് റിയൽ ടൈമിലാണ് അല്ലേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? മൈക്രോവേവ് ഓവൻ പറയാം, അതുപോലെ നമ്മുടെ വാഷിംഗ് മെഷീൻ പറയാം അല്ലേ. ഇതെല്ലാം ഒരു എംബഡഡ് സിസ്റ്റമാണ്. റിയൽ ടൈമിലാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് എല്ലാം ഓട്ടോമാറ്റിക്കാണ് അല്ലേ. അപ്പോൾ അതിലെല്ലാം ഒരു പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം റിയൽ ടൈമിൽ നടക്കണം. അതായത് ഒരു വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ റിയൽ ടൈമിലാണ് നടക്കുന്നത്. ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിയൽ ടൈമിൽ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് എംബഡഡ് ആർട്ടോസ് എന്ന് പറയുന്നത്. ഇനി ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്, അതായത് ഒരു സോഫ്റ്റ്വെയർ കാണും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പെരിഫറൽ ഡിവൈസിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഗ്ലൂ പോലെ നിൽക്കുന്ന, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ഉണ്ട്, ഡിവൈസ് ഡ്രൈവേഴ്സ്. നമുക്കറിയാം ഇപ്പം എല്ലാത്തിനും ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. എന്താണ്, ഇപ്പം മെമ്മറി കാർഡ് ആയാലും, അല്ലെങ്കിൽ എന്താ പറയുക, ഓഡിയോയുടെ ആയാലും, വീഡിയോസിനായാലും, ഓരോ സിസ്റ്റം വെക്കുന്നതിന് ഓരോ എന്താ പറയുക, ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ വാരിയസ് ആയിട്ടുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട് അല്ലേ. ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് എല്ലാം എന്താണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ആ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ CD ഡ്രൈവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിവൈസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ CD ആക്സസ് ചെയ്യാം. പെൻ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ഡിവൈസ് ഡ്രൈവർ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ആ പെരിഫറൽ ആയിട്ടുള്ള ഡിവൈസിനെയും സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി കമ്പോണൻസ് ഓഫ് ആൻ എംബഡഡ് സിസ്റ്റം, അതിൽ തന്നെ നമ്മൾ പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാക്സ്. അതായത് ഇപ്പോൾ ഒരു എംബഡഡ് ഡിവൈസ് എക്സ്റ്റേണൽ വേർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ സ്റ്റാക്ക് റണ്ണിങ് വേണം, സ്റ്റാക്ക് റണ്ണർ വേണം ഓൺ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, എംബഡഡ് ആപ്ലിക്കേഷൻസ്, അതായത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓഫ് ദ എംബഡഡ് ഡിവൈസ് ചെയ്യുന്നതിന് ഒരു എംബഡഡ് ആപ്ലിക്കേഷൻ വേണം. കമ്പാരിസൺ ഓഫ് വാരിയസ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചേഴ്സ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. റൗണ്ട് റോബിൻ ഉണ്ട്, റൗണ്ട് റോബിൻ വിത്ത് ഇൻറ്ററപ്റ്റ്സ് ഉണ്ട്, ഫങ്ഷൻ ക്യൂ ഷെഡ്യൂളിംഗ് ഉണ്ട്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. റൗണ്ട് റോബിൻ എന്ന് പറയുമ്പോൾ പ്രയോറിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. എക്സിക്യൂഷൻ ടൈം ഫോർ ദ ടാസ്ക് കോഡാണ്. വേസ്റ്റ് റെസ്പോൺസ് ടൈം ഫോർ ദ ടാസ്ക് കോഡ് എന്നാണ് എക്സിക്യൂഷൻ ടൈമാണ്. സ്റ്റെബിലിറ്റി ഓഫ് ദ റെസ്പോൺസ് വെൻ കോഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ പൂറാണ്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, ഇനി റൗണ്ട് റോബിൻ വിത്ത് ഇൻറ്ററപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്ററപ്റ്റ്സ് റുട്ടീനും അതിന് കൊടുക്കുന്നു. അപ്പോൾ അതിന് പ്രയോറിറ്റി ഓർഡർ, അപ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് ആ പ്രയോറിറ്റി ഓർഡറിലാണ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ ഓഫ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് വേസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു എക്സിക്യൂഷൻ ടൈം ഫോർ ഇൻറ്ററപ്റ്റ് റുട്ടീനും കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ ഡിലേ ആവും. വളരെ ഗുഡ് ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീനാണ്, പക്ഷേ പുവർ ഫോർ ടാസ്ക് കോഡിങ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡിലേ ആവാനും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷേ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വെരി സിമ്പിളാണ്. ഫങ്ഷൻ ക്യൂ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇൻറ്ററപ്റ്റ് റുട്ടീൻസ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി അനുസരിച്ചാണ്, അത് അനുസരിച്ച് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ഫോർ ഫംഗ്ഷനാണ്. അതായത് ഇൻറ്ററപ്റ്റ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് എൻ്റെ എക്സിക്യൂഷൻ ടൈം. അപ്പോൾ വേസ്റ്റ് റെസ്പോൺസ് ടൈം ആയിട്ട് വരുന്നു. റിലേറ്റീവ്ലി ഗുഡാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ മസ്റ്റ് ഡീൽ വിത്ത് ഡേറ്റ ഷെയർ ബിറ്റ്വീൻ ഇൻറ്ററപ്റ്റ്സ് റുട്ടീൻസ് ആൻഡ് ടാസ്ക്. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആവുന്നു വെച്ചാൽ മോർ കോംപ്ലക്സ് ആവുന്നില്ല, കുറച്ച് കോംപ്ലക്സ് ആവും. എന്തുകൊണ്ടാണ്? അത് ഡേറ്റ ഷെയർ വിത്ത് ഇൻറ്ററപ്റ്റ് റുട്ടീൻ ആൻഡ് കോഡ് ടാസ്ക് ടാസ്ക് കോഡ് ചെയ്യേണ്ടി വരുന്നു. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻറ്ററപ്റ്റ് റുട്ടീൻസ് വർക്ക് ചെയ്യുന്നത് പ്രയോറിറ്റി പ്രകാരം തന്നെയാണ്. പ്രയോറിറ്റി ഓർഡർ ഉണ്ട് അവിടെ, പക്ഷേ സീറോ വേസ്റ്റ് ടൈമാണ്. അതായത് എക്സിക്യൂഷൻ ടൈം ഫോർ ദ റുട്ടീൻസ് എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഡപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഗുഡാണ്, പക്ഷേ ഇതിൻ്റെ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. ഓക്കെ, വളരെ കോംപ്ലക്സിലാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് റൺ ചെയ്യുന്നത്. നമുക്കറിയാം ഈ C++ ഫയൽസ് ഒക്കെ ആണെങ്കിൽ ഒരു ക്രോസ് കമ്പൈലർ ഉണ്ട്, അവിടെ ഒരു ഒബ്ജക്റ്റ് ഫയൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതൊരു ലിങ്കർ വരിയാണ് എക്സിക്യൂട്ടഡ് ബൈ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ടാർഗറ്റ് സിസ്റ്റം കൊടുക്കുന്നത്. അസംബ്ലി ഫയൽസ് ആണെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് വഴി ക്രോസ് കമ്പൈലർ ചെയ്താണ് ഒബ്ജക്റ്റ് ഫയൽ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഫോർമാറ്റ് കൊടുത്ത് ലിങ്കറോ ലൊക്കേറ്റർ വഴി എക്സിക്യൂട്ടിംഗ് ഫയൽ ചെയ്ത് ടാർഗറ്റ് സിസ്റ്റത്തിലേക്ക് എത്തിക്കും. ഇതെല്ലാം ഹോസ്റ്റ് മെക്കാനിസത്തിൽ നടക്കുന്ന ഇതാണ്. അതാണ് ടൂൾ ചേഞ്ച് ഫോർ എംബഡഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാലഞ്ചസ് ഫേസിങ് ബൈ എന്ന് പറഞ്ഞാൽ പ്രിസൈസ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ വേണം, ലോ ഇൻ കോസ്റ്റ് ആണ്, ഹൈ പെർഫോമൻസ് ആണ്, പിന്നെ കെയർഫുൾ സെലക്ഷൻ ഓഫ് ചിപ്സ്, അതായത് എഫിഷ്യൻസി. പിന്നെന്താ, ഇൻ ഷോർട്ട് ദ ചാലഞ്ചസ് ഈസ് ടു പ്രൊവൈഡ് അഫോർഡബിൾ ഹൈ ഇൻറ്റഗ്രേറ്റഡ് ഡിവൈസസ് മീറ്റിംഗ് സ്ട്രെങ്ത് റിക്വയർമെൻറ്റ്സ് ഫോർ സേഫ്റ്റി, സെക്യൂരിറ്റി, റിലയബിൾ. സേഫ്റ്റി ആണ്, സെക്യൂരിറ്റി ആണ്, റിലയബിൾ ആയിരിക്കണം, ഈസിലി ആക്സസ് ആയിരിക്കണം, അവൈലബിലിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം കീപ്പിംഗ് ദ കോസ്റ്റ് ലോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എംബഡഡ് സിസ്റ്റം നിർമ്മിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സാധനം ആക്സസ് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ മാർക്കറ്റ് പോലെയുള്ള ഒരു വീക്കർ സെക്ഷൻസിൻ്റെ ഒരു മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് എക്കണോമിയിൽ റൺ ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എംബഡഡ് സിസ്റ്റം ഡിവൈസ് ഇറക്കണമെങ്കിൽ നമുക്കറിയാം ചീപ്പറായിട്ടുള്ള സാധനങ്ങൾക്കായിരിക്കും മോർ പ്രിഫറൻസ് വരുന്നത്. ഹൈ കോസ്റ്റിലുള്ള സാധനങ്ങൾക്ക് അതിൻ്റെ എഫിഷ്യൻസി കൂടുതലാണെങ്കിലും അതിൻ്റെ റേറ്റിംഗ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഹൈ റേറ്റിംഗ് ഉള്ള ഒരു വാഷിംഗ് മെഷീൻ, ഒരു AC, ഏതൊരു സിസ്റ്റം ആയാലും അതിൻ്റെ റേറ്റിംഗ് കൂടുതലാണ്, അതിൻ്റെ എഫിഷ്യൻസി യൂട്ടിലൈസേഷൻ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം എന്താ, ഇതൊരു ഇന്ത്യൻ മാർക്കറ്റ് ആകുമ്പോൾ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആവറേജ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആവറേജ് കസ്റ്റമേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ചലഞ്ചസ് എല്ലാം നോക്കി എഞ്ചിനീയറിംഗ് ഡിസൈനും എല്ലാം ലുക്ക് അല്ലെങ്കിൽ സാധനത്തിൻ്റെ ഡിസൈനിങ് അനുസരിച്ച് വാങ്ങുന്ന ഒരു മാർക്കറ്റോ സെക്ഷൻ നമുക്കുണ്ട്. കോസ്റ്റ് വളരെ ലോ ആയിരിക്കണം, എന്നാൽ ആ ലോ കോസ്റ്റിൽ തന്നെ ഹൈ പെർഫോമൻസ് കൊടുക്കാൻ പറ്റണം. കെയർഫുൾ സെലക്ഷൻ ഓഫ് ചിപ്സ് ചെയ്യണം, എഫിഷ്യൻസി വേണം. നമുക്കറിയാമല്ലേ നമ്മൾ ഫോൺസ് പോലും നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് വഴി നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കൻ US കമ്പനീസ് അല്ലെങ്കിൽ UK കമ്പനീസോ അതുപോലെ അല്ല. ചൈനീസ് മാർക്കറ്റ് എന്തുകൊണ്ട് ഈ ലോകത്തിൽ അവിടെ എസ്റ്റാബ്ലിഷ് ആയെന്ന് പറഞ്ഞാൽ അത് ലോ ഇൻ പ്രൈസ് ആണ്, ഹൈ എഫിഷ്യൻസി ആണ്, അപ്പോൾ ഹൈ പെർഫോമൻസ് ആണ്, അതെല്ലാം ചിപ്പ് എഫിഷ്യൻസി എല്ലാം കൂടുതലായത് കൊണ്ട് തന്നെയാണ് അത് ഇതാവുന്നത്. ഒരു മൊബൈൽ ഫോൺ ആയാൽപ്പോലും അതൊരു എംബഡഡ് സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റിൽ നമുക്ക് പറയാവുന്ന ഈ ചലഞ്ചസിനെ അത് ഓവർകം ചെയ്യണം. ഇനി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, അല്ലെങ്കിൽ നമ്മൾ ATM എന്ന് പറയുന്ന ഡിവൈസ്, സെല്ലുലാർ ടെലിഫോൺ സ്വിച്ചസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാൻഡ് ഹെൽഡ് കാൽക്കുലേറ്റേഴ്സ്, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഇൻക്ലൂഡ് വാഷിംഗ് മെഷീൻ, ടെലിവിഷൻ സെറ്റ്സ്, മൈക്രോവേവ് ഓവൻസ് ഒക്കെ നമ്മൾ ഇനിഷ്യലി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എംബഡഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? എംബഡഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ സ്യൂട്ട്, DVD റെക്കോർഡർ സ്യൂട്ട്, പ്രിൻ്റർ സ്യൂട്ട്, സെറ്റ് ഓഫ് ബോക്സ് സ്യൂട്ട്, ഇതെല്ലാം കണക്ട് ചെയ്ത് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ അലക്സ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട് അല്ലേ. നമ്മുടെ വോയിസ് വെച്ച് തന്നെ എല്ലാ ഡിവൈസസും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ടോട്ടൽ സിങ്ക്രണൈസേഷൻ ചെയ്ത് നമ്മളെ മൊബൈൽ ഫോണും ബാക്കിയുള്ള ഹാർഡ്വെയർ ഡിവൈസസും, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും ലാപ്ടോപ്പും അല്ലെങ്കിൽ എന്ത് വീട്ടിലുള്ള ഏതൊരു മെക്കാനിക്സോ ഏതൊരു മെഷീൻ, ഈവൻ ഫാൻ വരെ ഇന്ന് എംബഡഡ് സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ എല്ലാം ടുഗദർലി കണക്റ്റഡ് ആണ്. ആ ഒരു എംബഡഡ് ആപ്ലിക്കേഷനിലേക്ക് എത്തുന്നത് ഇതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ പറയുന്ന ഇനിഷ്യൽ ഗൈഡൻസ് സിസ്റ്റം ഇനി എയർക്രാഫ്റ്റ് മിസൈൽസിൽ, ഓക്കെ, ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തതാണ് മൾട്ടി ഫങ്ഷൻ റിസ്റ്റ് വാച്ചസ്. അതായത് റിസ്റ്റ് വാച്ചസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, ഹാർട്ട് റേറ്റ്, അതുപോലെ നമ്മളെ കാർഡിയാക് എക്സസൈസസിൻ്റെ എല്ലാം ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചസ് എന്ന് പറയുന്നത്, അതുപോലെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ അസിസ്റ്റൻസ് PDS, അതുപോലെ മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ഓസിലോസ്കോപ്സ്, ലോജിക് അനലൈസർ, അതുപോലെ സ്പെക്ട്രം അനലൈസർ,
ഓക്കെ, അതുപോലെ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് PLCs, എംബഡഡ് ഗ്ലോബ് എന്താണ് ഓഫീസ് അതായത് ഓട്ടോമൊബൈൽ സെക്ഷൻസ് ആയാലും ഓഫീസസ് ആയാലും മെഡിക്കൽ ആൻഡ് ഇമേജിങ്സ് ആയാലും എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ആയാലും ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണെങ്കിലും ഹോം ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും IP നെറ്റ്വർക്ക്സ് ആണെങ്കിലും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സെൻട്രൽ ഓഫീസ് എക്യുപ്മെന്റ് ആയാലും ഈ എംബഡഡ് ഗ്ലോബാണ്. എംബഡഡ് സിസ്റ്റംസ് ഇല്ലാത്ത ഒരിടവും നമുക്ക് ഇന്ന് കാണാൻ പറ്റത്തില്ല. എല്ലാ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന എംബഡഡ് സിസ്റ്റം കൊണ്ടാണ് ഇന്ന് മോസ്റ്റ് ഓഫ് ദി ടെക്നോളജീസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഹോം അപ്ലയൻസസ് ആണെങ്കിൽ ഓട്ടോ വിഷ്വൽ എക്യുപ്മെൻറ്റ്സ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആയാലും പേഴ്സണൽ ഇൻഫർമേഷൻ അപ്ലയൻസസ് ആയാലും കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻ്റ് ആയാലും ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയാലും ഫാക്ടറി ഓട്ടോമേഷൻ ആയാലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആയാലും മെഡിക്കൽ എക്യുപ്മെൻ്റ് ആയാലും കൊമേഴ്ഷ്യൽ സിസ്റ്റംസ് ആയാലും മിസ്സലേനിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും അതേഴ്സ് ആയാലും ഏതൊരു ഫീൽഡ് ആയാലും അവിടെ എല്ലാം എൻ്റെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് അറിയാൻ പറ്റും. 19.4 മുതൽ 3.2 വരെയുള്ള ഒരു വൈഡ് റേഞ്ച്. നമ്മളത് ഓവറോൾ കൺസ്യൂമർ റേറ്റ് എടുക്കുമ്പം ഇത് ചെറിയൊരു പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും അതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അത്രത്തോളം കസ്റ്റമേഴ്സ് അവൈലബിൾ ആവുന്ന ഒരു സമയത്ത് അത്രയും എംബഡഡ് സിസ്റ്റത്തിനും എംബഡഡ് ആപ്ലിക്കേഷൻ ഏരിയാസ് ഇത്രയും വൈഡാണ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു മാർക്കറ്റ് കൾച്ചർ നമുക്ക് റിയലൈസ് ചെയ്യാം. എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഇന്നത്തെ ആവശ്യം എന്താണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാം. ഓക്കെ, ഈ മില്ലീനിയം ഇലക്ട്രോണിക് മില്ലീനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മില്ലീനിയം എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് 21st സെഞ്ചുറി. അതായത് ഒരു സുപ്പീരിയർ മൾട്ടി പേ വോയിസ് അക്സസ് ഇൻ കോമ്പിനേഷൻ പവർഫുൾ യൂസ്ലി ഫ്രണ്ട്ലി വെബ് ആപ്ലിക്കേഷൻസ് വഴി ചെയ്യുന്ന ഒരിത്, അല്ലെങ്കിൽ യൂസേഴ്സ് ക്യാൻ ചെക്ക് ഇമെയിൽ, സ്റ്റോക്ക് കോഡ്സ്, അതുപോലെ ഓൺലൈൻ പർച്ചേസസ്, ഈവൻ ക്രൂസ് ഇൻ്റർനെറ്റ് എല്ലാം ഫോൺ വഴി നടക്കുന്നു. അതുപോലെ ബിൽറ്റ് എതർനെറ്റ് ഡാറ്റ പോർട്സ് ഉപയോഗിച്ചുള്ള ഹൈ സ്പീഡ് വെബ് ആക്സസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ. അതായത് എക്സ്റ്റെൻസീവ് ടെസ്റ്റിംഗ് ടു മീറ്റ് FCC ആൻഡ് CSA ടെലികമ്മ്യൂണിക്കേഷൻ റിക്വയർമെൻറ്റ്സ്. അതുപോലെ മോസ്റ്റ് ഓഫ് ദ ഡിവൈസസ് എല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു ഇതായിട്ട് പറയാൻ പറ്റും. അതുപോലെ എന്താണ് സ്റ്റാഷ്യ സാറ്റലൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷൻസ് എന്ന് പറയുന്നൊരു ഇത്, എബൌട്ട് ടു ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്കിംഗ്, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, റജഡൈസ്ഡ് സിസ്റ്റം ഇൻറ്റഗ്രേഷൻ, വിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള 2-way സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ്. റിമോട്ട് ഡാറ്റ ആക്സസും ഇമെയിൽ സർവീസസും എല്ലാം കൂടെ ടുഗദർ ആക്സസ് ചെയ്യുന്നു. അതുപോലെ എക്കണോമിക്കലായിട്ട് ഹൈ ത്രൂ പുട്ടായിട്ടുള്ള എന്താ പറയുക ലോ ത്രൂ പുട്ട് സിസ്റ്റംസ് ആയിട്ടുള്ള ആർഗോസ്, ഗോയസ്, ORB, COMM, അതുപോലെ ഹൈ കോസ്റ്റ് വെരി ഹൈ ത്രൂ പുട്ട് സിസ്റ്റംസ് ആയിട്ടുള്ള ഇമാർസാറ്റ്, ഇൻറ്റൽസാറ്റ് പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും വെതർ ഫോർകാസ്റ്റിംഗ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഒക്കെ ഇത് എന്താണ് പറയുക സാറ്റലൈറ്റ് ലെവലിൽ വരെ എംബഡഡിന് വലിയ പ്രയോറിറ്റീസ് ഉണ്ട്. അതുപോലെ വേബി ഓപ്പറേറ്റ്സ് ആയിട്ടുള്ള കോപ്പറേഷൻ വിത്ത് വോളണ്ടിയർ ടെക്നോളജീസ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എല്ലാം ഹെൽത്ത് ആൻഡ് ടെക്നോളജി സപ്പോർട്ടിലും ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാം ഈ എംബഡഡ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ സ്റ്റാഷ്യ സാറ്റലൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു എംബഡഡ് ആപ്ലിക്കേഷന് വൈഡ് റേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഇനി ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്താണ്? അഡാപ്റ്റീവ് ആയിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ, ടെലിമെഡിസിൻ, സെക്യൂരിറ്റി, ടെലിമാറ്റിക്സ്, ബ്ലൂടൂത്ത് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ബ്ലൂടൂത്ത് ആസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ MP3 ലിസണിങ്, വോയിസ് ആൻഡ് ഫേസ്, ക്യാമറ കൺട്രോൾ, പിക്ചർ ഷെയറിങ്, ഇൻ്റർനെറ്റ്, പ്രിൻറ്റ്, വോയിസ് ഹെഡ്സെറ്റ്, ഡാറ്റ എക്സ്ചേഞ്ച് ഗെയിംസ് എല്ലാത്തിലും ഇതിൻ്റെ ഒരു വൈഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്താ പറയുക, വേർഡ് ഓഫ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡ്രീം എ പാരഡൈസ് വിത്ത് അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ എന്താണ് കൺട്രോളിങ് ആൾ ദ സിസ്റ്റംസ്. നമ്മൾ ഇതിലൊരു സിമ്പിൾ ഗെസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഒരു വോയിസ് ഉപയോഗിച്ചൊക്കെ നമുക്ക് അറൗണ്ടുള്ള സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ആസ് മൈക്രോ പ്രോസസ്സേഴ്സ് ആർ ബിക്കമിങ് സ്മാളർ ആൻഡ് ചീപ്പർ, മോർ ആൻഡ് മോർ പ്രൊഡക്ട്സ് ആൻഡ് ബിക്കം സ്മാർട്ട് വിത്ത് മൈക്രോ പ്രോസസ്സർ എംബഡഡ് ഇൻ ദം, സ്മാർട്ട് സിസ്റ്റംസിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലേ. ഗോഡ് ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ആൻസേഴ്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു എക്യുപ്മെൻറ്റ്സ് ആയാലും, വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ആയാലും, ഒരു ടെലിഫോൺ ആയാലും, ഒരു TV ആയാലും, അത് ഉപരി നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളായാലും എല്ലാം എംബഡഡ് സിസ്റ്റം കൊണ്ട് റൺ ചെയ്യുന്നു. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ എന്താ പറയുക ഒരു നാനോസ്കോപ്പിക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് കൺട്രോളേഴ്സിനെ എത്തിച്ചുകൊണ്ട് ആ ഡിവൈസസിൻ്റെ സൈസ് മില്ലിമീറ്റർ റേഞ്ചിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയാലും ഏതൊരു ഫീൽഡിലായാലും എംബഡഡ് സിസ്റ്റത്തിനുള്ള ഒരു വലിയ സ്വാധീനം അതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതും. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇനി ബിടെക്കിന് പഠിക്കുന്ന കുട്ടികൾക്കായാലും ബേസിക് ആയിട്ടുള്ള ഒരു പുതിയ ടെക്നോളജി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കായ പോലും ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ, കീപ് ഗോയിങ്.